കായംകുളത്തുനിന്ന് വന്ന വെളുപ്പിനെ 3 മണിക്ക് വന്നേ ഞങ്ങൾ ആടിനെ മേടിക്കാൻ. ബാക്കി ഓടിച്ചിട്ട് പിടിച്ചോണ്ട് പോയല്ലേ. 6 കിട്ടിയുള്ളൂ, ഇനിയും കിട്ടുന്നില്ല. ഇതാണ്ട കയറ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. മൊത്തം തീർന്നു, കാലിയായി. ഈ കാണുന്ന ലോഡ് ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ലോഡാണ്. ഇവിടെ വന്ന 24 മണിക്കൂറും ആട് കിട്ടും. പാൽപ്പല്ലാണ് കേട്ടോ. 22 കിലോ ഇറച്ചി വരിച്ചു വരുന്ന മീറ്റ് കണ്ടോ. സിരോഹിയുടേത്, പർവസരിയുടേത്, ഷേര ബീറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രീഡുകളും ഇവിടെ നിലവിലുണ്ട്. നമ്മുടെ ഈ ഏതാണ്ട് നെഞ്ചുവരെ എല്ലാം വളരുന്ന ആടുകളാണ്. ഈ കച്ചവടക്കാർക്കാണെങ്കിൽ ഒരു റേറ്റാണ്, റീറ്റെയിൽ ആണെങ്കിൽ മറ്റൊരു റേറ്റാണ്. ആടുകളെ ഓടിച്ചിട്ട് പിടിച്ച് വാങ്ങുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ആടുകളെ വാങ്ങാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ ആടുകൾ സെയിൽ നടക്കുന്ന ഒരു സ്പോട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തുള്ള നമ്മുടെ ഏതൻ ഗോഡ് ഫാം, നമ്മുടെ ഇഹ്ലാമുദ്ദീനിക്കയുടെ ഫാമിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയ ഫസ്റ്റ് ലോഡിലെ ആടുകൾ എന്താ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ആടുകളാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ലോഡ് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ലോഡാണ്. അടുത്ത ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം അതായത് ഈ നിൽക്കുന്ന ലോഡ് ശരിക്കും പറഞ്ഞാൽ അതെ 50 ആട് 60 ആട് ഓർഡർ ചെയ്ത് വന്ന ആടാണ്. ഇതിപ്പോ 1 മണിക്കൂറിനകത്ത് ഈ ഓർഡർ തീരും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന 24 മണിക്കൂറും ആട് കിട്ടും. അടുത്ത ലോഡ് വരുന്നുണ്ട്. നമ്മൾ മഴയായിരുന്നാലും വെയിലായിരുന്നാലും നമ്മുടെ ലോഡിന് എന്ത് ചെയ്യൂല, ഒരു കുറവും വരും. അതായത് ഇവിടെ വന്നെടുക്കുന്നവരെ നിരാശപ്പെടുത്തില്ല. ഒരിക്കലും 320 രൂപയ്ക്ക് കൊടുക്കുന്ന പെണ്ണാടുകൾ എത്ര 40 എണ്ണം 50 എണ്ണം എടുത്താൽ കൊടുക്കുന്നത്. അതുപോലെ 280 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള ഡയറക്റ്റ് ലോഡ് നമ്മൾ കൊടുക്കുന്നത് 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആടുകളാണ്. ശരിക്കും നമുക്ക് ഈ ഒരു 320 എന്ന് പറയുമ്പോൾ എത്ര ആടിന് എടുക്കണം? നമുക്ക് 50 ആട് 40 ആട്, അത് പെണ്ണാടുകളുടെ റേറ്റാണ് ഞാൻ ഈ 320 പറയുന്നത്. അത് ഇവിടെ വന്നെടുക്കുമ്പോഴുള്ള റേറ്റാണ് പറയുന്നത്. പിന്നെ അതേസമയം നമുക്ക് രാജസ്ഥാന്റെ പർച്ചേസ് ആണെങ്കിൽ, രാജസ്ഥാനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 280 രൂപയ്ക്കാണ് നമുക്ക് അതിന്റെ വില. ഒരു ലോഡിന്റെ റേറ്റ് ആണ്, ഒരു ലോഡിനാണ്. ചിലർ വിളിക്കാറുണ്ട് 1 ആട് 2 ആട്. അല്ല, ഇത് ഞാൻ പറയുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള വിലയാണ് ഈ പറയുന്നത്. അപ്പോൾ അതെ കണ്ടില്ല, നല്ല തിരക്കാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കുന്നേ ഉള്ളൂ. ആളുകൾ ഓരോന്നിനും ഇന്ന രീതിയിൽ ചൂസ് ചെയ്ത് നോട്ടം വെക്കുന്നുണ്ട്. എന്തായാലും നമ്മളിത് ഫുഡ് കാര്യങ്ങൾ കൊടുത്ത് അകത്ത് കയറ്റി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ. ആ ആടിന്റെ കംപ്ലൈന്റുകളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ. കാരണം എന്തായാലും ആളുകളൊക്കെ പർച്ചേസിനായിട്ട് കയറുമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും നമ്മൾ കാട്ടിൽ പിടിക്കാൻ നിൽക്കുന്നത് പോലെ നമ്മൾ ആഹാരങ്ങളെല്ലാം കൊടുത്തു, ആടിന് വെള്ളവും കൊടുത്തതാ ഇപ്പോൾ ഇറക്കി വിടുകയാണ്. നമ്മൾ ആടിൻ്റെ ക്വാളിറ്റിയും അതുപോലെ പർച്ചേസിൻ്റെ രീതിയും അത് ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ആളുകൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആടിനെ എടുക്കാനായിട്ട് തുറന്ന് വിട്ടിരിക്കുകയാണ്. ആടുകൾക്ക് പിന്നാലെ കിടന്ന് കയറും വെച്ചുകൊണ്ടാണ് നിൽക്കുന്നുണ്ടല്ലേ, ഇപ്പൊ പിടിക്കാതെ ഓടുന്നുണ്ടല്ലേ. ഇത് ഏതെടുക്കണം എന്ന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ. പക്ഷെ ഏതും എടുക്കാം. കാരണം ഒരു ആട് പോലും ഒരു ക്വാളിറ്റി കുറഞ്ഞ ഒരു ആടല്ല വരുന്നത്. കണ്ടില്ലേ, ആടുകൾ കയറിട്ട് പിടിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമുക്ക് ബൾക്ക് വേണ്ട ആൾക്കാരല്ലേ. അതെ, ഒരു 5 എണ്ണം 10 എണ്ണം 15 എണ്ണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരായി. ഇത് കായംകുളത്തുനിന്ന് വന്ന വെളുപ്പിനെ 3 മണിക്ക് വന്നേ ഞങ്ങൾ ആടിനെ മേടിക്കാൻ. കിട്ടി നമ്മള് 6 കിട്ടിയുള്ളൂ, ഇനിയും കിട്ടുന്നില്ല. ഇതാണ്ട കയറ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓടിച്ചിട്ട് പിടിച്ചോ കിട്ടുന്നില്ല. നമ്മുടെ പേരെന്തായിരുന്നു? തൻസീർ. അപ്പൊ തൻസീർ മൊത്തത്തിൽ ഇപ്പൊ നിലവില് 3 എണ്ണേ ഉള്ളൂ. ബാക്കി 3 എണ്ണം അപ്പുറത്ത് ഇട്ടിട്ടേക്കുവാ. മൊത്തത്തിൽ ഓടിച്ചിട്ട് കിട്ടുന്നതാണ്. ലാസ്റ്റ് കയറ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, മൊത്തം തീർന്നു, കാലിയായി. അല്ലെ ഞാൻ ഒരു കാര്യം, ഇവിടെ വല്ല കൂടോത്രം വല്ല കുഴിച്ചിട്ടുണ്ടോ? ഇത്ര ആള് ഇതിനോടകം തന്നെ തിരക്കില്. നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാസം വേണ്ടി കച്ചവടം ചെയ്യുന്നതല്ല. ഈ നമ്മൾ കേരളത്തിൽ ഓളങ്ങളുണ്ട്, അറിയാമല്ലോ. കുറേ പേര് വരുമ്പോൾ കുറേ പേര് ആടിനെ തുടങ്ങും. അതല്ല, 17 വർഷം കൊണ്ട് ചെയ്യുന്ന മേഖലയാണ്. ഒരു കസ്റ്റമർ നമുക്ക് മീറ്റിന് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആ ആടിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. 6 മാസം 35 കിലോ ബോഡി ആയിട്ട് വരും. പാൽപ്പല്ലാണ് കേട്ടോ. 22 കിലോ ഇറച്ചി വരിച്ചു വരുന്ന മീറ്റ് കണ്ടോ. ഇതൊക്കെ നല്ല അടിപൊളി ആടുകൾ, വളർത്താൻ പറ്റിയ ആടുകൾ. അത് അജ്മീരിയുടെ ആടല്ലേ ഇത്? ഇത് അജ്മീരിയുടെ. അതിന്റെ വല്ലതാക്കി ഇതും പാൽപ്പല്ലാണ്. 65% വരുന്ന മുട്ടന്മാരെയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ട്? അവർ മീറ്റിനാണ് വരുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല. മീറ്റിൻ്റെ ക്വാളിറ്റിയിൽ ബാധിക്കാൻ പാടില്ല. ഇതിപ്പോൾ മീറ്റിൽ തന്നെ ചുവന്നത് ഉണ്ട്, അതുപോലെ വെള്ളമുണ്ട്. നമ്മൾ ഈ ഓവർ പ്രായമായി കഴിഞ്ഞാൽ എന്താവും, ആടുകളുടെ ഇത് ചുമക്കും. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വെള്ള നിറത്തിലുള്ള മീറ്റുകളാണ്. അതേസമയം നമ്മൾ മഴയാണ് പെയ്യുന്നതെങ്കിൽ ഇവിടെ ആടുകൾ കൊടുക്കില്ല. കമൻറ്റിൻ്റെ താഴെയെല്ലാം വരും, ഞാൻ ആട് കൊടുക്കാത്ത എന്താണ്, വളർത്താടുകൾ കൊടുക്കാത്തത് മഴ നിൽക്കുന്നത് കൊണ്ട് കൊടുക്കാത്തതിന് കാരണം ഈ ഒരു കാലാവസ്ഥയുടെ കാരണം. അതെ, കാരണം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 600 ആട് നമുക്ക് ആഴ്ചയിൽ വിറ്റ് പോകുന്നുണ്ട്. ആവശ്യത്തിന് ആളുകളുടെ ഓർഡറുകളുണ്ട്.
അതുകൊണ്ട് വരുന്നവരെ കർഷകരായിരുന്നാലും അല്ലാത്ത ആളുകളെ നമുക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല. മീറ്റ് ഇല്ലാത്തതിന് മീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കച്ചവടം മുഴുവനും നടക്കുന്നത്. പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ടല്ലോ. നമുക്ക് ഫോൺ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടങ്ങളൊന്നും നടക്കൂല. ഡയറക്റ്റ് പാർട്ടികൾ വരുന്നതാണ്, ദൂരം നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വാട്സപ്പിൽ പരമാവധി ബന്ധപ്പെടുക. ഞാൻ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം തരും. നമ്മൾ കച്ചവടം ആൾ വിളിക്കണമെന്നുള്ളതാണ് വീഡിയോ ചെയ്യുന്നത്. ആരും ഫോൺ എടുക്കാതെ മനഃപൂർവ്വം ഇരിക്കുകയില്ല, തിരക്ക് കൊണ്ടാണ്. തീർച്ചയായും വാട്സപ്പിൽ ബന്ധപ്പെടുക, നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാവുന്നതാണ്.